മലയാളിയുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും. ഇരുവരുടെയും പ്രണയവും വിവാഹവുമെല്ലാം സിനിമാ ലോകവും ആരാധകരും ഏറ്റെടുത്തിരുന്നു. ഇരുവരും ഒരുമിച്ചെത്തുന്ന നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും ആരാധകരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് അഭിഷേക് ബച്ചനും കുടുംബവുമായി ഐശ്വര്യയ്ക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. അടുത്തിടെ അനന്ത് അംബാനിയുടെ വിവാഹത്തിനെത്തിയ താരകുടുംബത്തിനിടയിൽ ഈ അകൽച്ച പ്രകടമായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് വരാതിരുന്നതോടെ വിവാഹമോചന ഗോസിപ്പുകൾ വീണ്ടും സജീവമായി. ഇപ്പോഴിതാ അഭിഷേക് ബച്ചന്റെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. താൻ വിവാഹ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നതുമായ വീഡിയോ ആണിത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിൽ എത്തിയ വീഡിയോ വളരെ വേഗം തന്നെ വൈറലായി. വീഡിയോയിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കുക പോലും ചെയ്യാതെ പതിനായിരങ്ങൾ അത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തു. ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പ്രയാസമാണെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയാൽ AI ഉപയോഗിച്ച് തയ്യാറാക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വീഡിയോ ആണിത്. AI ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വ്യാജ പ്രചരണത്തിന് ഇരയാവുന്ന ഒടുവിലത്തെ ബോളിവുഡ് താരമാണ് അഭിഷേക് ബച്ചൻ. നേരത്തെ അമീർ ഖാൻ, രൺവീർ സിംഗ്, രശ്മിക മന്ദാന, കത്രീന കൈഫ് തുടങ്ങിയവരൊക്കെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് ഇരകളായിരുന്നു. അതേസമയം ഒരു വിഭാഗം ആരാധകർ ഇതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തുകയും ചെയ്തു. അഭിഷേക് ബച്ചനും ഐശ്വര്യ റായ്ക്കും ഇടയിലുള്ള വിവാഹബന്ധം ഉലച്ചിൽ നേരിടുകയാണെന്നും ഇരുവരും വേർപിരിയലിന്റെ വക്കിലാണെന്നുമൊക്കെ ഗോസിപ്പുകൾ സ്ഥിരമായി വരാറുണ്ട്. ഇതിന്റെ ചുവട് പിടിച്ചാണ് അഭിഷേകിന്റെ പേരിൽ വ്യാജ വീഡിയോയും എത്തിയത്. അതേസമയം വർഷങ്ങൾക്ക് മുമ്പ് ജയാ ബച്ചൻ പറഞ്ഞ ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി. അഭിഷേകിന്റെ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ കരൺ ജോഹറിന്റെ കോഫി വിത്ത് കരൺ എന്ന ടോക്ക് ഷോയിൽ അതിഥിയായി ജയാ ബച്ചൻ പങ്കെടുത്തിരുന്നു. അവിടെ വെച്ചാണ് മരുമകളും മകനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും മരുമകൾ കുടുംബവുമായി എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചും ജയ തുറന്നു പറഞ്ഞത്. മകൾ ശ്വേതാ ബച്ചൻ വിവാഹിതയായപ്പോൾ അമിതാഭ് ബച്ചന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നെന്നും ഐശ്വര്യ റായ് തന്റെ വീട്ടിലേക്ക് മരുമകളായി എത്തിയപ്പോൾ ആ ശൂന്യത ഇല്ലാതായെന്നും അഭിഷേകിനെ കാണുമ്പോഴെല്ലാം ബച്ചൻ സന്തോഷവാനാണെന്നും ജയാ ബച്ചൻ പറഞ്ഞിരുന്നു. തങ്ങൾ ഐശ്വര്യയെ മരുമകളായി കണ്ടിട്ടില്ലെന്നും എന്നും മകളെ പോലെയാണ് കണ്ടിരുന്നതെന്നും ജയാ ബച്ചൻ പറഞ്ഞു. എന്നാൽ 2016 പ്രശ്നങ്ങൾക്ക് തുടക്കമെന്നും സൂചനയുണ്ട്. ഏ ദിൽ ഹേ മുശ്കിൽ എന്ന ചിത്രത്തിനു ശേഷമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കമെന്നാണ് റിപ്പോർട്ടുകൾ. 2016 ഈ ചിത്രം റിലീസ് ചെയ്തത്. രൺബീറുമായുള്ള ഇന്റിമേറ്റ് സീനുകൾ ബച്ചനും ജയയ്ക്കും ഉൾക്കൊള്ളാനായില്ലെന്നും പറയപ്പെടുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.